മലബാർ മേഖലയിലെ +1 സീറ്റ് പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി എൻ ഷംസുദ്ദീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ SSLC പാസ്സായ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് പ്രതിസന്ധിയില്ലെന്നും മൂന്നാംഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞ് പ്രതിസന്ധി ഉണ്ടെങ്കിൽ പരിഹരിക്കാമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കോഴിക്കോട് നിലവിൽ 8208 സീറ്റുകളും പാലക്കാട് 2206 സീറ്റുകളും അധികമുണ്ട് എന്നും മന്ത്രി വിശദീകരിച്ചു. മന്ത്രിയുടെ കണക്കുകൾ വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് എന്നും അൺഎയ്ഡഡ് കൂടി ചേർത്ത കണക്കാണിത് എന്നും എൻ ഷംസുദ്ദീൻ പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഇന്ന് പ്രധാനമായും ഈ +2 സീറ്റ് പ്രതിസന്ധി തന്നെയാണോ സഭയ്ക്ക് മുന്നിലെത്തിയത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, മലബാർ മേഖലയിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രതിപക്ഷ നിരയിൽ നിന്ന് എൻ ഷംസുദ്ദീൻ MLA ആണ് ഇത് സംബന്ധിച്ചുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതായത് SSLC പാസ്സായിട്ടുള്ള മലബാർ മേഖലയിലെ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് യാതൊരുവിധ പ്രതിസന്ധിയുമില്ല. കുറച്ച് അധികം കണക്കുകൾ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തത്. അതായത് മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞ് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഉണ്ടായാൽ അത് പരിഹരിക്കുകയും ചെയ്യാം. കൂടാതെ കോഴിക്കോട് നിലവിൽ 8208 സീറ്റുകൾ അധികമുണ്ട്. പാലക്കാട് 2206 സീറ്റുകൾ അധികം വരും. ഒപ്പം തന്നെ കണ്ണൂരിൽ 5000-ലധികം സീറ്റുകൾ ഉണ്ടാകും. വയനാട്ടിൽ 2200 സീറ്റുകൾ അധികം വരും. മലപ്പുറത്തും സമാനമായ സാഹചര്യം തന്നെയാണ്. തുടങ്ങിയ കാര്യങ്ങളാണ് മന്ത്രി വിശദീകരിക്കുകയും ചെയ്തത്. ഏതെങ്കിലും തരത്തിൽ മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയോ അല്ലെങ്കിൽ സീറ്റിൽ ഏതെങ്കിലും തരത്തിൽ കുറവുകളുണ്ടോ എങ്കിൽ അത് അപ്പോൾ പരിഹരിക്കാമെന്നും മന്ത്രി പറയുകയും ചെയ്തു. എന്നാൽ തുടർന്ന് എൻ ഷംസുദ്ദീൻ സംസാരിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം മന്ത്രി വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത്. കൂടാതെ തന്നെ സഭയിൽ നിന്നാണ് മന്ത്രി ഇന്ന് പറയുന്നതെന്ന കാര്യം കൂടി ഓർക്കണം എന്നുള്ളൊരു പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് വരികയും ചെയ്തു. കൂടാതെ അദ്ദേഹം പറഞ്ഞ നിലവിൽ പ്രധാനപ്പെട്ട കാര്യം, അതായത് ITI ഒപ്പം തന്നെ പോളി അൺഎയ്ഡഡ് സ്കൂളുകളിലെ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കണക്കുകൾ വെച്ചാണ് മന്ത്രി സംസാരിക്കുകയും ചെയ്തത്. നിലവിൽ മലപ്പുറത്ത് മാത്രം ഏകദേശം 22,000-ലധികം സീറ്റുകളുടെ കുറവുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ മലപ്പുറത്തും പുറമെ വയനാട്, ഒപ്പം തന്നെ കണ്ണൂർ, പാലക്കാട് അടക്കമുള്ള ജില്ലകളിലും സമാന സാഹചര്യം തന്നെയാണ്. നിലവിൽ സീറ്റ് പ്രതിസന്ധി വളരെ രീതിയിൽ രൂക്ഷമായിരിക്കുകയാണ്. കുട്ടികൾക്ക് ഉപരിപഠനത്തിന് പറ്റാത്ത ഒരു നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പേർ പഠനത്തിന് തയ്യാറാകാതെ അതായത് ഉപരിപഠനത്തിന് തയ്യാറാകാതെ അവർ പഠനം നിർത്തുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളൊരു പരാമർശം കൂടി എൻ ഷംസുദ്ദീൻ നടത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് മന്ത്രി വി ശിവൻകുട്ടി ഇതിനെ കണ്ടിച്ചുകൊണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അതായത് ഓരോ കുട്ടികളും വിചാരിക്കുന്നത് വീടിനടുത്ത് തന്നെ സീറ്റ് വേണം എന്നുള്ളതാണ്. അത് പക്ഷേ അങ്ങ് മന്ത്രിയായാലും, അതായത് എൻ ഷംസുദ്ദീൻ മന്ത്രിയായാൽ പോലും അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ സംസ്ഥാനത്ത് സാധിക്കില്ല. മുൻകാലത്ത്, അതായത് അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ഒരു ക്ലാസ്സിൽ ഏകദേശം 80-ന് മുകളിൽ ആളുകളെ ഇരുത്തി പഠിപ്പിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറുകയും ചെയ്തു. നിലവിൽ യാതൊരുവിധ പ്രതിസന്ധി ഇല്ല എന്നുള്ളൊരു കാര്യത്തിൽ മന്ത്രി ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ അടിയന്തര പ്രമേയം നോട്ടീസ് എന്തായാലും പരിഗണിക്കുകയും ചെയ്ത തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവും സമാന വിഷയം ഉയർത്തിക്കാട്ടി. ഒപ്പം തന്നെ +1 സീറ്റിന് പുറമെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം വലിയ രീതിയിൽ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. കുട്ടികൾ ഇവിടെ പഠനത്തിന് തയ്യാറാകാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കും ചേക്കേറുന്നതിന്റെ കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ച തന്നെയാണ് എന്നുള്ളൊരു പരാമർശം കൂടി പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തും ഉണ്ടാകുകയും ചെയ്തു. അതേസമയം ഇതിനിടയ്ക്ക് ഈ എൻ ഷംസുദ്ദീൻ പറയുന്ന വേളയിൽ ഭരണപക്ഷത്ത് നിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിൽ അവിടെ നിന്ന് കുരച്ചിട്ട് കാര്യമില്ല, യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നുള്ള ഒരു പരാമർശം വലിയ രീതിയിൽ ഭരണപക്ഷ അംഗങ്ങളെ ചൊടിപ്പിക്കുകയും പിന്നീട് ചെറിയ രീതിയിൽ ബഹളമുണ്ടാവുകയും ചെയ്തു. പിന്നീട് സ്പീക്കർ ഇടപെട്ട് ഈ പരാമർശം തിരുത്തുകയും ഈ പരാമർശം സഭാരേഖകളിൽ ഉണ്ടാകില്ല എന്ന് സ്പീക്കർ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് എൻ ഷംസുദ്ദീൻ തന്നെ ഈ ഒരു പരാമർശം തെറ്റായിപ്പോയി എന്ന് സഭയിൽ പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് നീക്കം ചെയ്തതിനെ തുടർന്നാണ് പിന്നീട് ഭരണപക്ഷം സഭയിൽ നിന്ന് ബഹളം വെക്കുന്നത് നിർത്തുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നുള്ള ആവശ്യത്തിൽ അതിനുവേണ്ടിയുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്തതിനെ തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോൾ വാക്കൌട്ട് നടത്തിയിരിക്കുകയാണ്. അഭിലാഷ്, ഇന്ന് സഭയിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് +2 സീറ്റ് പ്രതിസന്ധിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എൻ ഷംസുദ്ദീൻ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പക്ഷേ അത് തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മന്ത്രി ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ള മറുപടി, അങ്ങനെ 10ാം ക്ലാസ് പാസ്സായവർക്ക് സീറ്റ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകില്ല എന്നാണ്. നമുക്ക് മന്ത്രിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ +1 അഡ്മിഷന്റെ യഥാർത്ഥ ചിത്രമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. ഇതിൽ വിചാരിക്കുന്ന വിദ്യാർത്ഥിക്ക്
വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന സീറ്റ് കിട്ടണമെന്ന് വെച്ചാൽ അങ്ങേ മന്ത്രിയാക്കിയാലും നടക്കില്ല. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അങ്ങ് സംസാരിച്ചോ വഴങ്ങൊന്നും വേണ്ട. അപ്പൊ ഇതില് ഷംസ് പറയട്ടെ. ഷംസ് മിനിസ്റ്റർ വഴങ്ങണ്ട. ഇല്ല, ഞാൻ വഴങ്ങുന്നില്ല. വഴങ്ങുന്ന പ്രശ്നമില്ല. ഇങ്ങോട്ട് നോക്കി സംസാരിച്ചാൽ മതി. അഡ്രസ് ചെയ്താൽ മതി. അതായത് കഴിഞ്ഞ വർഷം പ്ലീസ് ശ്രീ ഷംസു 21 നിങ്ങൾ രേഖ പരിശോധിച്ച് നോക്കുക. 2021, 22, 23 വർഷങ്ങളിൽ അവിടെ സംസ്ഥാനത്താകെ തന്നെ അഡ്മിഷൻ പൂർത്തീകരിച്ച അവസരത്തിൽ 1000 മുതൽ 5000 വരെയുള്ള സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നുള്ള കാര്യം വീണ്ടും ആവർത്തിച്ച് തന്നെ ഞാൻ പറയുകയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള സീറ്റ് കിട്ടാത്തതുണ്ടാവും, ഇഷ്ടമുള്ള വീടിനടുത്തുള്ള സ്കൂളിൽ കിട്ടാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ ഒഴിഞ്ഞു കിടന്നിരുന്നു എന്നുള്ള കാര്യം നമ്മളത് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സാർ, ഇവിടെ ഈ ഒന്നാം അലോട്ട്മെന്റ് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഒന്നാം അലോട്ട്മെന്റിന്റെ നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമരവും പ്രഖ്യാപിച്ചു. സാർ, അതെന്ത് ന്യായമാണ്? 1 അലോട്ട്മെന്റ്, 2 അലോട്ട്മെന്റ്, 3 അലോട്ട്മെന്റിലൂടെ കഴിയുമ്പോഴല്ലേ അറിയാമല്ലോ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളവരോ. അപ്പോൾ ഇത് മുൻകൂട്ടി തന്നെ തയ്യാറാക്കിയ എല്ലാ വർഷവും കഴിഞ്ഞ 4-5 വർഷക്കാലമായി എല്ലാ വർഷവും +1 അഡ്മിഷൻ സമയത്ത് ഒരു സമരം ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് ഒരു രീതിയായി മാറിയിരിക്കുകയാണ്. ഇടവേള.